പാവവും ആത്മാർത്ഥതയും നന്നായി പരിശ്രമിക്കുന്ന സ്ത്രീയായിരുന്നു. അവർക്ക് ലഡു ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു കടയുണ്ടായിരുന്നു. അവരാ കടയില് ലഡു ഉണ്ടാക്കിയിട്ട് വിൽക്കുമായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്ന ലഡുവിന് വളരെ നല്ല രുചിയാണ്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കൈക്ക് നല്ല കൈപുണ്യം ഉണ്ടെന്നാ. രാധ നല്ല ആത്മാർത്ഥതയോടെ ശുദ്ധമായ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ലഡു ഉണ്ടാക്കുന്നത്. വളർന്നു വരുന്ന അവരുടെ ലഡുയുടെ വിൽപ്പന കണ്ടിട്ട് രാധയുടെ അയൽക്കാരനായ ജഗ്നേഷ് മിഠായി വാലയ്ക്ക് ഒരുപാട് അസൂയ തോന്നുമായിരുന്നു. വരണം ചേച്ചി, ഏത് മിഠായിയാണ് വേണ്ടത്? വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് രാധയുടെ ലഡു മാത്രമാണ്. അവിടെ താമസിക്കുന്ന അന്തേവാസികളെല്ലാം ജിഗ്നേഷിന്റെ കടയിൽ നിന്ന് മുട്ടായി വാങ്ങുന്നതിന് പകരം രാധയുടെ അടുത്തുനിന്ന് ലഡു മേടിക്കുമായിരുന്നു. അസൂയ കൂടിയപ്പോ ജിഗ്നേഷ് രാധ ഉണ്ടാക്കുന്ന ലഡുവിനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. നിങ്ങൾ വിൽക്കുന്ന ലഡു ഉണ്ടല്ലോ, ഒരു വലിയ കല്ല് പോലെ ഉണ്ട്. അത് നിങ്ങൾ വിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു ചുറ്റിയിലും കൂടി കൊടുത്താൽ നന്നായിരിക്കും. അവരതുകൊണ്ട് പൊട്ടിച്ച് കഴിക്കും. ജിഗ്നേഷിന്റെ ഈ സംസാരം കേട്ട് രാധയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുമായിരുന്നു. എന്നാലും രാധ ഒരുപാട് പരിശ്രമിച്ചിട്ട് സത്യസന്ധമായി നല്ല രുചിയുള്ള ലഡു ഉണ്ടാക്കിയിട്ട് അതിനെ വിൽക്കുമായിരുന്നു. പതുക്കെ പതുക്കെ രാധയുടെ ലഡു ഉണ്ടാക്കുന്ന ഈ കട വളരെ പ്രശസ്തയാകാൻ തുടങ്ങി. അടുത്ത ഗ്രാമങ്ങളിലെ ആൾക്കാരും രാധയുടെ ലഡു മേടിക്കാൻ അവിടെ വരുമായിരുന്നു. ഒരു ദിവസം പേരുള്ള വലിയ ഒരു പണക്കാരൻ അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി രാധയ്ക്ക് 5000 ലഡു ഉണ്ടാക്കാനുള്ള ഓർഡർ കൊടുത്തു. നാളെ രാവിലെ 5000 ലഡു എന്റെ വീട്ടിലേക്ക് അയച്ചേക്ക്. അത് നല്ല രുചിയുള്ളതായിരിക്കണം, മനസ്സിലായോ? ഞാൻ ലഡു നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാം. ഇത്രയും വലിയൊരു ഓർഡർ കയ്യിൽ കിട്ടിയ ഉടൻ രാധ ലഡു ഉണ്ടാക്കാൻ തുടങ്ങി. ഒന്നിനു ശേഷം ഒന്നായി രാധ ലഡു ഉണ്ടാക്കാൻ തുടങ്ങി. രാത്രി ആയപ്പോഴത്തേക്ക് രാധ ലഡു എല്ലാം ഉണ്ടാക്കി വലിയൊരു പാത്രത്തിനകത്ത് അതിനെ എടുത്തു വെച്ചു. നാളെ രാവിലെ ഈ ലഡു ഞാൻ സേഠിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. രാധ അവരുടെ കടയും പൂട്ടി ഒരു പേടിയില്ലാതെ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ അവരുടെ അയൽവാസിയായ കടക്കാരൻ ജിഗ്നേഷിന്റെ തലയ്ക്കകത്ത് വേറെ എന്തോ ആലോചനയായിരുന്നു. അയാൾ ആഗ്രഹിച്ചത് രാധ ഉണ്ടാക്കിയ ആ ലഡു സേഠിയുടെ വീട്ടില് ഒരിക്കലും എത്താൻ പാടില്ലെന്നാണ്. അങ്ങനെ സംഭവിച്ച സേഠി രാധയോട് ഒരുപാട് ദേഷ്യപ്പെടും. നമ്മള് രാധേനെ കുറിച്ച് ഇല്ലാത്തൊക്കെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, അവള് പിന്നെ കടയും പൂട്ടിട്ട് പോവേണ്ടി വരും. ജിഗ്നേഷ് അയാളുടെ കടയ്ക്കകത്ത് പോയി വലിയൊരു കൂടുമായിട്ടാണ് തിരിച്ചു വന്നത്. അതിനകത്ത് 2-3 വലിയ എലികളെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ആരും കാണാതെ അയാള് രാധയുടെ കടയ്ക്കകത്ത് ഈ എലികളെ അങ്ങ് തുറന്നു വിട്ടു. ഇതിന്റെ അകത്ത് വിശന്നിരിക്കുന്ന ഈ എലികൾ അകത്തേക്ക് ചെന്ന് ലഡു എല്ലാം തിന്ന് നാശമാക്കും. അടുത്ത ദിവസം രാധ അവരുടെ കട തുറന്നപ്പോ അവരുടെ മുമ്പിൽ കണ്ടത് ലഡു എല്ലാം തിന്നു തീർത്ത് ആ എലികളെയായിരുന്നു. ഈ എലികൾ എന്റെ കടയ്ക്കകത്ത് എങ്ങനെയാ വന്നത്? എന്റെ ദൈവമേ, ഇവിടെ ഇരുന്ന ലഡു എല്ലാം ഇതുങ്ങള് തിന്നല്ലോ. ഇനി ഞാൻ സേഠിക്ക് എന്തു കൊടുക്കും? ദൂരെ നിന്നോണ്ട് ഇവിടെ നോക്കിയിരുന്ന ജിഗ്നേഷ് രാധയുടെ ലഡു എല്ലാം തകർന്നത് കണ്ടപ്പം ഒരുപാട് സന്തോഷിച്ചു. മൊത്തം ലഡും ആ എലിയെല്ലാം തിന്നു തീർത്തു. സേഠിയുടെ വീട്ടിലേക്ക് ആ ലഡു എല്ലാം എത്തിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു.
പക്ഷേ രാധ ഉണ്ടാക്കിയ ലഡുവെല്ലാം ആ എലികളെല്ലാം തിന്ന് തകർത്തില്ലേ? രാധ ഇത് കണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് രാധയുടെ കണ്ണ് അവരുടെ കടയില് കോണിൽ വെച്ചിരിക്കുന്ന നല്ല തിളക്കമുള്ള ഒരു കുടത്തിൽ ചെന്ന് പെട്ടു. ഈ കുടം എവിടുന്നാ വന്നത്? ഇത് എന്റേതല്ലല്ലോ. രാധ കുടത്തിന്റെ അടുത്തേക്ക് ചെന്നു. അടുത്തേക്കെത്തിയ രാധ അതിനകത്തൊന്ന് എത്തി നോക്കി. പക്ഷേ അതിനകത്ത് ഒന്നുമില്ലായിരുന്നു. ഈ കുടം ഇവിടെ ആരാണ് വെച്ചേച്ചു പോയത്? രാധ ആ കുടത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് അതിനകത്തേക്ക് കൈയിട്ടു. അന്നേരം അവരുടെ കയ്യില് 2 ലഡു കിട്ടി. ഈ അത്ഭുതം കണ്ടപ്പോ രാധ ശരിക്കും ആശ്ചര്യപ്പെട്ടു. ഈ ലഡു എവിടെന്നാ വന്നത്? രാധ ഒരിക്കൽ കൂടി ആ കുടത്തിനകത്തൊന്ന് എത്തി നോക്കി. പക്ഷേ കുടത്തിനകത്ത് ഒന്നും കാണാനില്ലായിരുന്നു. അവര് ഒരിക്കൽ കൂടി കുടത്തിനകത്ത് കൈയിട്ടു നോക്കി. ഈ പ്രാവശ്യവും അവരുടെ കയ്യില് 2 ലഡുവും കൂടി കിട്ടി. ഈ അത്ഭുതം കണ്ടപ്പോ രാധയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതൊരു അത്ഭുതമുള്ള കുടമാണ്. ഇതെല്ലാ പ്രാവശ്യവും എനിക്ക് 2 ലഡു തരുന്നുണ്ട്. ഓരോ പ്രാവശ്യവും രാധ അതിനകത്ത് കൈയിട്ട് 2 ലഡു എടുത്തു. കുറച്ചു സമയത്തിന് ശേഷം രാധ 5000 ലഡു അതിനകത്തിന്ന് എടുത്തു. എന്നിട്ട് അതെല്ലാം കൂടി സേഠ്ജിയുടെ വീട്ടിൽ കൊടുക്കാൻ അവിടുന്ന് പുറപ്പെട്ടു. ലഡു കൊണ്ട് രാധ പോകുന്ന കണ്ടപ്പോ ജിഗ്നേഷിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ ലഡുവും എലി തിന്നു കഴിഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇവിടെ ഇത്രയും ലഡു ഉണ്ടാക്കി കൊണ്ടുവന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. കുറച്ചു സമയത്തിന് ശേഷം ലഡു കൊടുത്തിട്ട് രാധ അവരുടെ കടയിലേക്ക് മടങ്ങി വന്നു. എന്നിട്ടവർ ആ അത്ഭുത കുടത്തിനകത്ത് കൈയിട്ട് ഇനിയും കുറെ ലഡു ഉണ്ടാക്കാൻ അവര് തുടങ്ങി. ദൂരെ നിന്നിരുന്ന ജിഗ്നേഷ് ഇത് കണ്ടപ്പോ ശരിക്കും ആശ്ചര്യപ്പെട്ടു. അങ്ങനെയാണോ? അപ്പൊ ഈ കുടം കാരണമാണ് അവൾക്ക് ഈ ലഡു എല്ലാം കിട്ടുന്നത് അല്ലേ? എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി തന്നെ ആ കുടം നമുക്ക് കട്ടെടുത്തേ പറ്റൂ. പിന്നെ എനിക്കും ആ കുടത്തിൽ നിന്ന് ലഡു എല്ലാം ഉണ്ടാക്കി അതങ്ങ് വിൽക്കാലോ. ജിഗ്നേഷ് ആണെങ്കിലോ ഒരവസരം കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു. രാധ കടയിൽ വരുന്ന ആൾക്കാർക്ക് ലഡു വിൽക്കുന്ന സമയം നോക്കി ആരും കാണാതെ ജിഗ്നേഷ് കടയിലേക്ക് വന്ന് ആ അത്ഭുത കുടം മോഷ്ടിച്ചു. ഇപ്പൊ ഞാൻ ഈ ലഡു എല്ലാം ഈ കുടത്തിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. ജിഗ്നേഷ് ആ കുടത്തിനകത്തിന്ന് ലഡു എടുക്കാൻ വേണ്ടി അതിന്റെ അകത്തേക്ക് കൈയൊന്നിട്ടപ്പോ അയാളുടെ കയ്യില് 2 ലഡുവിന് പകരം വിഷമുള്ള 2 പാമ്പാണ് കയ്യിൽ കിട്ടിയത്. കയ്യില് പാമ്പിരിക്കുന്ന കണ്ടപ്പോ ജിഗ്നേഷിന്റെ അഹങ്കാരവും ധൈര്യവും ഒക്കെ ചോർന്നു പോയി. ആ പാമ്പിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ജിഗ്നേഷ് ആ കുടം അവിടെ ഇട്ട് ഓടിപ്പോയി. ഈ കഥയിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന പാഠം, നന്നായി പരിശ്രമിച്ചിട്ട് സത്യസന്ധമായി ജോലിയെടുക്കുന്ന ആൾക്കാര് നേരിടുന്ന ഓരോ പ്രശ്നവും അവർക്ക് എളുപ്പത്തിൽ തീർക്കാൻ കഴിയും. പക്ഷേ മറ്റുള്ള ആൾക്കാരെ കണ്ട് അസൂയപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർക്ക് നേരിടാൻ സ്വന്തമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാറാണ് പതിവ്. വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവരുടെ പാടത്ത് വിളവ് ഭംഗിയായിട്ട് കിളിച്ചു നിൽക്കുന്ന കാണാമായിരുന്നു. ഈ പാടത്തെ ഒരു പാടം ശംഭുവിന്റെ ആയിരുന്നു. ശംഭു 3 മാസം വരെ ഒരുപാട് പരിശ്രമിച്ചു. അതിനുശേഷമാണ് അവരുടെ പാടത്ത് വിളവ് കിളിച്ചു നിൽക്കുന്നത് കണ്ടത്. വിളവ് വെട്ടാനുള്ള സമയമായപ്പോൾ ശംഭുവിന് ഒരുപാട് സന്തോഷമുണ്ടാവുമായിരുന്നു അവരുടെ പാടം കണ്ടിട്ട്. നീ ഇത് കണ്ടില്ലേ? നമ്മുടെ പയറുകളൊക്കെ വളരെ നന്നായാണ് വിളഞ്ഞു നിൽക്കുന്നത്. സ്വർണം പോലെ കാണാനുണ്ടെന്നോ? പക്ഷെ അത് സ്വർണ്ണമൊന്നുമല്ല. എന്തിനാ നിന്റെ മുഖം എപ്പോഴും നീ ഇങ്ങനെ വീർപ്പിച്ചു വെക്കുന്നേ?
ഇതൊക്കെ കണ്ട് നിനക്ക് കുറച്ചെങ്കിലും ഒന്ന് സന്തോഷിച്ചുകൂടെ? നിങ്ങൾ എന്തെങ്കിലും ഈ പാടത്തുനിന്ന് സ്വർണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അന്നായിരിക്കും ഞാൻ സന്തോഷിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ധാന്യങ്ങളെല്ലാം നമ്മുടെ വീട്ടു ചെലവിന് പോലും കഷ്ടിച്ചുണ്ടാകാറില്ല. വിവാഹത്തിന്റെ സമയത്ത് എത്ര സ്വപ്നങ്ങളാ ഞാൻ കണ്ടത്. എന്റെ ഭർത്താവ് എന്നെ സ്വർണം കൊണ്ട് പൊതിയാൻ പോവുകയാണെന്ന്. പക്ഷേ ആഗ്രഹങ്ങളെല്ലാം തകർന്നു പോയി. ശംഭുവിന്റെ ഭാര്യ അവനെ ഒരുപാട് കുറ്റപ്പെടുത്തുമായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഇന്ന് ശംഭു വിളവ് വെട്ടാൻ പാടത്തെത്തി. അവൻ അവന്റെ കലപ്പ എടുത്ത് നിലത്തടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ കലപ്പ ഏതാണ്ട് തേലടിച്ചത്. ശംഭു അവന്റെ കൈ ഉപയോഗിച്ചിട്ട് അടുത്തുള്ള മണ്ണൊക്കെ മാറ്റി. അപ്പോഴാണ് അവന് മണ്ണുകൊണ്ടുണ്ടാക്കിയ കലം കിട്ടിയത്. ശംഭു ആ കൊട എടുത്ത് അപ്പുറത്ത് വെച്ചു. പിന്നെ പാടം കൊയ്യാൻ തുടങ്ങി. രാവിലെ തൊട്ട് ഉച്ചവരെ പരിശ്രമിച്ചിട്ട് ശംഭു ഒരുപാട് ക്ഷീണിച്ചു പോയി. അവൻ അവന്റെ കലപ്പ ആ കൊടത്തിനകത്ത് വെച്ചു. എന്നിട്ട് അതിന്റെ അടുത്ത് തന്നെ മരത്തിന്റെ ചവിട്ടിൽ ഉറങ്ങിപ്പോയി. ശംഭു എണീറ്റപ്പോ അവൻ അവിടെ നിന്ന് ചിന്തിച്ചു. കാരണം ഇപ്പോ ഒരു കലപ്പയ്ക്ക് പകരം 3 കലപ്പയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, ബാക്കി 2 കോടാലി ആരാ ഇവിടെ കൊണ്ടുവച്ചത്? എന്റെ കയ്യിൽ ആകെ ഒരു കോടാലി മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എന്തായാലും കൊള്ളാം, സംഗതി കലക്കി. ഞാനിതെന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാ. ശംഭു ആ കൊടവെടുത്ത് വീട്ടിലേക്ക് പോയി. നിനക്കൊരു കാര്യം കേൾക്കണോ? ഇന്നൊരു അത്ഭുതമാണ് സംഭവിച്ചത്. എനിക്ക് ഒരു കലം കിട്ടി. ആ കലത്തിനുള്ളിൽ ഞാനൊരു കോടാലിയും വെച്ചു. എന്നിട്ട് ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ ഒരു കോടാലിക്ക് പകരം 3 കോടാലി അവിടെ ഇരിക്കുന്നു. ഇത് നോക്ക്, 3 ഉണ്ട്. തീർച്ചയായിട്ടും ഈ കൊടത്തിന് നല്ല ശക്തിയുള്ളതാണ്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുന്ന ഒന്ന് സമ്മതിക്കുന്നുണ്ടോ? വരൂ, നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം. അതെങ്ങനെ? ഞാൻ ഇതിനകത്ത് എന്റെ ഈ വളയൊന്ന് ഇട്ടു നോക്കട്ടെ, പിന്നെ നമുക്ക് നോക്കാം. ശാന്ത അതിനകത്ത് കയ്യിലിരുന്ന വളയിട്ടു നോക്കി. എന്നിട്ട് അവർ രണ്ടുപേരും വേറെ മുറിക്കകത്ത് പോയിരുന്നു. രാത്രിയില് തന്നെത്താനെ അതൊന്നിന് പകരം 3 മാറി. എന്നിട്ട് പിന്നെ രാവിലെ ശാന്തയും ശംഭുവും ആ കൊടത്തിനകത്ത് നോക്കിയപ്പോ അവര് ഞാൻ പറഞ്ഞില്ലേ, ഈ കൊടത്തിന് ശരിക്കും മാന്ത്രിക ശക്തിയുണ്ട്. ഇത് ശരിക്കും മാന്ത്രിക ശക്തിയുള്ള കലമാണ്. നമുക്കിപ്പോ ശരിക്കും ഭാഗ്യമുണ്ട്. നമ്മള് ശരിക്കും പണക്കാരാകും. വിവാഹത്തിന് ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം സത്യമാകും. ആ ശരി ശരി, എല്ലാം ശരിയാണ്. പക്ഷേ കുറച്ച് സാവകാശം വേണം. ഈ മാന്ത്രിക ശക്തിയുള്ള കലത്തെക്കുറിച്ച് വേറെ ആരോടും പറയാൻ പാടില്ല കേട്ടോ. ഞാനെന്താ വിഡ്ഢിയാണോ എല്ലാരോടും ചെന്ന് പറയാൻ? ശരി ശരി, ഞാനിപ്പോ കൃഷിസ്ഥലത്തേക്ക് പോവാ. ശംഭു അവന്റെ പാടത്തേക്ക് തിരിച്ചുപോയി. എന്നിട്ടിവിടെ ശാന്ത ഓരോ സാധനങ്ങളും 3 മാറ്റുമായിരുന്നു. ആദ്യം അവൾ അവളുടെ നല്ലൊരു സാരി ആ കൊടത്തിനകത്തിട്ടു. കുറച്ചു സമയത്തിന് ശേഷം അത് 3 സാരിയായി മാറി. പിന്നെ ശാന്ത അവളുടെ സ്വർണ വളകൾ അതിനകത്തിട്ടു. അതും 1 3 മാറി. ഇനി എന്ത് വേണം? ശാന്തയുടെ കൈ കിട്ടിയതെല്ലാം 1 3 മാറ്റി. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ശംഭു വീട്ടിലേക്ക് എത്തിയപ്പോ അവൻ അവന്റെ വീട് കണ്ട് ശരിക്കും ആശ്ചര്യപ്പെട്ടു. അവിടെ 1 പകരം 3 കസേരകളുണ്ട്. 1 പകരം 3 ക്ലോക്കും. ഓരോ പാത്രങ്ങളും 3 വീതം ഉണ്ടായിരുന്നു. അവൻ അവന്റെ ഭാര്യയെ നോക്കി. അപ്പോ അവളുടെ കഴുത്തില് 3 താലിയുണ്ടായിരുന്നു. 2 കൈയിലും 3 വള വീതം. അവൻ നിലത്ത് നോക്കിയപ്പോ ഒരു സാരിക്ക് പകരം 3 സാരി ഉണ്ടായിരുന്നു. ശാന്ത, എന്താ ഇത്? നമ്മളിപ്പോ പണക്കാരായി. കണ്ടില്ലേ, എന്റെ അടുത്ത് എത്ര ആഭരണങ്ങളുണ്ട്, എന്തുമാത്രം സാരിയുണ്ട്. ഇത് കണ്ടില്ലേ, എന്തുമാത്രം പാത്രങ്ങൾ. ഓരോ സാധനം 3 വീതമുണ്ട്. അത് മാത്രമില്ല, ഞാൻ ഇതിനകത്ത് എന്റെ 2 കോഴിയെ ഇട്ടു. നമ്മുടെ കയ്യിൽ ഇപ്പോ 6 കോഴിയാണുള്ളത്. നമ്മുടെ ഭാഗ്യം ശരിക്കും തെളിഞ്ഞു. ഞാൻ പറയട്ടെ, നാളെ ഞാൻ ഇതെല്ലാം കൊണ്ടുപോയി മാർക്കറ്റിലൊന്ന് വിൽക്കട്ടെ. എന്നിട്ട് നമ്മള് വലിയ പണക്കാരാകും.
പിന്നെന്ത് വേണം? ഈ ഗ്രാമത്തിലെല്ലാം ഞാൻ ഒരു വലിയ പണക്കാരിയായിട്ട് കറങ്ങാൻ പോവുകയാണ്. ശംഭുവിന് ശാന്തയുടെ കണ്ണില് അത്യാഗ്രഹം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയാണോ? ശരി, ആ പാത്രം എവിടെ? ഇവിടെ തന്നെ ഉണ്ട്. ശംഭു ആ കുടത്തിന്റെ അടുത്ത് പോയി ആ മൺകുടം കയ്യിലെടുത്ത് താഴെ ഇട്ട് ഉടച്ചു. എന്റെ ദൈവമേ, എന്താ നിങ്ങളീ കാണിച്ചത്? മന്ത്രമുള്ള എന്റെ ആ കുടം, വലിയ പണക്കാരിയാകാനുള്ള എന്റെ സ്വപ്നം, നിങ്ങൾ അതിനെ അങ്ങ് തകർത്ത് കളഞ്ഞല്ലോ. നിനക്ക് അഹങ്കാരം കൊണ്ട് കണ്ണു കാണാൻ വയ്യാതായിട്ടുണ്ട്. നല്ല സമയത്തായി എനിക്ക് ഈ കലം ഉടയ്ക്കാൻ തോന്നിയത്. ആർക്കറിയാം ഇത് വെച്ച് നീ വേറെ എന്തൊക്കെ ചെയ്യുമായിരുന്നെന്ന്. ശംഭു അവന്റെ ഭാര്യ ശാന്തയെ അത്യാഗ്രഹത്തിൽ നിന്നും മോചിച്ചു. ഈ കഥയിലെ നമുക്ക് കിട്ടിയ പാഠമാണ്, നമുക്ക് ആവശ്യമില്ലാത്ത അത്യാഗ്രഹം ശരിക്കും നല്ല കാര്യമല്ല. ഭീംഗഡിൽ വലിയൊരു പണക്കാരൻ താമസിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് വലിയൊരു ഭൂമി ഉണ്ടായിരുന്നു. പിന്നെ ധാന്യമുള്ള ഗോഡൌണും ഉണ്ടായിരുന്നു. സേഠ്ജിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ അദ്ദേഹത്തിന് കുട്ടികളൊന്നുമില്ലായിരുന്നു. ഒരു ദിവസം സേഠ്ജിയെ കാണാൻ അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് വന്നു. അല്ല, നിങ്ങൾക്കെന്താ ഇത്രയും പ്രായമായത്? എത്രയൊക്കെ കാശ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ. ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലെന്ന് ഞാനും കുറെ നാളായിട്ട് ചിന്തിക്കുകയായിരുന്നു. നീ എന്ത് ചെയ്യാനാ പറയുന്നേ? നിങ്ങൾ രണ്ടാമതൊരു കല്യാണം കൂടി അങ്ങ് കഴിക്ക്. സേഠ്ജി ആലോചിക്കാൻ തുടങ്ങി. എന്റെ പരിചയത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ എന്റെ അനിയത്തിയുടെ മോള മായ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവരുമായിട്ട് ഒന്ന് സംസാരിക്കാം. ആ കാര്യത്തിന് സേഠ്ജി സമ്മതിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സേഠ്ജി മായയെ വിവാഹം ചെയ്തിട്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇത് കണ്ട രേഖയ്ക്ക് ഒരുപാട് സങ്കടമുണ്ടായി. പക്ഷേ അവരൊന്നും മിണ്ടിയില്ല. ദിവസം മുഴുവനും മായ നല്ല സുഖമായിട്ട് കഴിഞ്ഞു. പക്ഷെ വീട്ടിലെ ജോലിയെല്ലാം രേഖയായിരുന്നു ചെയ്തോണ്ടിരുന്നേ. എന്നിട്ട് അവളിപ്പോ അവളുടെ ശരിക്കുള്ള സ്വഭാവം കാണിക്കാൻ തുടങ്ങി. വൈകുന്നേരം സേഠ്ജി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ മായ സുഖമില്ലാത്ത അഭിനയമാണ് കാണിക്കുന്നത്. അയ്യോ, എന്റെ പുറം, അയ്യോ. നിനക്കെന്താ പറ്റിയത്? രാവിലെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. രാവിലെ തൊട്ട് വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് എന്റെ നടു ഇപ്പൊ നല്ല വേദനയുണ്ട്. രേഖ എന്താ നിന്നെ സഹായിക്കാറൊന്നുമില്ലേ? ചേച്ചിയോ? അവരെന്നേക്കാ മൂത്തതല്ലേ, അവരെങ്ങനെ എന്നെ സഹായിക്കുന്നത്? എന്നിട്ട് എന്തൊക്കെയായാലും അവർ നിങ്ങളുടെ ആദ്യത്തെ ഭാര്യയല്ലേ, അതുകൊണ്ട് അവർക്കല്ലേ എന്നേക്കാ കൂടുതൽ വില ഈ വീട്ടില്. ഇതെല്ലാം കേട്ടാ സേഠ്ജിക്ക് ഒരുപാട് ദേഷ്യം വന്നു. രേഖ, രേഖ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? വീട്ടിലേക്ക് പുതുതായി വന്ന കുട്ടിയെ കൊണ്ടാണോ നീ പണിയൊക്കെ എടുപ്പിക്കുന്നേ? നിനക്കാണെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? മാത്രമല്ല മായയെ കൊണ്ട് നീ എല്ലാ പണിയും എടുപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ രേഖ ഒരുപാട് പറയാൻ ശ്രമിച്ചു. പക്ഷേ സേഠ്ജി അവര് പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറല്ല. എന്നിട്ട് അവരവരുടെ ഈ അവസ്ഥ കണ്ട് കരയാൻ തുടങ്ങി. അതിനുശേഷം മായ ഓരോ ദിവസവും രേഖയെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വഴക്കിടിപ്പിക്കും. പക്ഷെ പാവം രേഖ ഇതെല്ലാം മിണ്ടാതെ സഹിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുമായിരുന്നു. ഒരു ദിവസം കാര്യങ്ങളെല്ലാം കയ്യിന്ന് വിട്ടുപോയപ്പോ സേഠ്ജി രേഖയെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോഴാണ് മായ കളിച്ച കളി അവള് വിജയിച്ചത്. ഇനി എന്തു വേണം? സേഠ്ജി മായ പറയുന്ന എല്ലാ കാര്യവും അനുസരിക്കുമായിരുന്നു. ഒന്ന് കേക്കൂ, ഇതാ വീടിന്റെ കടലാസാണ്. ഇത് നിങ്ങൾ എന്റെ അനിയന് സമ്മാനമായിട്ട് കൊടുക്കാനിരുന്നതായിരുന്നു. ഇതില് നിങ്ങളൊന്ന് ഒപ്പിട്ട് തന്നെ. അതെ അതെ, ഈ കല്യാണം എനിക്ക് നടത്തി തന്നതിന് എന്റെ സുഹൃത്തിന് എന്തെങ്കിലും കൊടുത്തേ മതിയാകൂ. ആ പേപ്പർ എങ്ങതാ, ഞാൻ ഇപ്പൊ തന്നെ ഒപ്പിട്ടേക്കാം. സേഠ്ജി ആ കടലാസ് ഒന്നും വായിക്കാതെ പോലെയാണ് ഒപ്പിട്ട് കൊടുത്തത്. ഇതെല്ലാം കണ്ടോണ്ടിരുന്ന മായ ഒരുപാട് സന്തോഷിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മായയും അവളുടെ അനിയനും സേഠ്ജിയെ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കും. മായ, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഈ വീട് എന്റേതാ, നീ എന്റെ ഭാര്യയും. അല്ല കിളവാ, നിങ്ങൾ എങ്ങനെ ഈ വിചാരിച്ചത്?
ഞാൻ നിങ്ങളുടെ കൂട്ടുള്ള ഒരു കിളവനെ എന്റെ ഭർത്താവായിട്ട് സമ്മതിക്കുമെന്ന്. ആ ദിവസം നിങ്ങൾ ഒപ്പിട്ട് തന്ന ആ കടലാസ് ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങളുടെ സ്ഥലത്തിന്റെയും സ്വത്തിന്റെയും കടലാസ് ആയിരുന്നു. അതിപ്പോ എന്റെ പേരിലാണ് ഉള്ളത്. ഇതെല്ലാം കേട്ട് സേഠ്ജി മയങ്ങി വീണു. നാട്ടുകാരെല്ലാരും അദ്ദേഹത്തിനെ ആശുപത്രി കൊണ്ടുപോയി. സുഖമില്ലാത്ത അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോ അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന് ആദ്യ ഭാര്യ രേഖയാണ് വന്നത്. അവരെ കണ്ട് രേഖ കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹത്തിന് രണ്ടാം ഭാര്യ മായ ഒന്ന് കാണാൻ പോലും വന്നില്ല. ഇത് കണ്ട സേഠ്ജി ചെയ്ത തെറ്റിന് പശ്ചാത്തപിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം കരഞ്ഞു. ഈ കഥ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മള് മനുഷ്യരുടെ രൂപവും ഭാവവും അല്ലാതെ അവരുടെ മനസ്സിലെ സൗന്ദര്യമാണ് കാണേണ്ടത്. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.